ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കുകയാണ്. പശ്ചിമേഷ്യയുടെ മണ്ണും വിണ്ണും കടലും ഒരുപോലെ യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ഇറാന്റെ പരമാധികാരത്തിനുമേൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന അധിനിവേശത്തിൽ ഇതിനകം പൊലിഞ്ഞത് 1000-ലധികം ജീവനുകളാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 200ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അധിനിവേശം 5-ാം ദിനം പിന്നിടുമ്പോൾ അടിച്ചമർത്താൻ നോക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇറാന്റെ മിസൈലുകൾ കൃത്യമായ മറുപടിയാണ് നൽകുന്നത്. ഇന്നലെ രാവിലെ ഇറാന്റെ ഹൃദയമായ തെഹ്റാനിൽ കടുത്ത സ്ഫോടനമാണ് നടന്നത് കേട്ടോ. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനിയയുടെ സംസ്കാര ചടങ്ങുകൾക്കായി രാജ്യം വിതുമ്പി നിൽക്കുന്ന വേളയിലാണ് സംയുക്ത സേനയുടെ വീരുത്വം നിറഞ്ഞ ഈ ആക്രമണം ഉണ്ടായത്. പ്രസിഡന്റിന്റെ കാര്യാലയത്തിനു നേരെയും ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്കു നേരെയും കടുത്ത ബോംബാക്രമണമാണ് ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നും സൈനികാഭ്യാസം കഴിഞ്ഞു മടങ്ങിയ ഇറാന്റെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് US ആക്രമിക്കുകയും ചെയ്തിരുന്നു. 80-ലേറെ പേരാണ് കേട്ടോ ഈ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാൻ കടുത്ത പ്രത്യാക്രമണമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനിക നിലയങ്ങൾക്കും ഇസ്രായേൽ കേന്ദ്രങ്ങൾക്കുമെതിരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇറാന്റെ ക്ലസ്റ്റർ മിസൈലുകൾ ഇസ്രായേലിലുടനീളം കടുത്ത നാശനഷ്ടമാണ് വിതയ്ക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണത്തിന് തങ്ങളുടെ വ്യോമതാവളം വിട്ടുതല്ലെന്ന് നിലപാടെടുത്ത സ്പെയിനിനെ വ്യാപാര ബന്ധം കാട്ടി ഭീഷണിപ്പെടുത്താനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ സ്പെയിനിന്റെ നിലപാട് വളരെ കട്ട് ആൻഡ് ഷാർപ്പായിരുന്നു. ഞങ്ങൾ ഒരിക്കലും മറ്റാരുടെയും അടിമയാകാൻ ഒരുക്കമല്ലെന്നും ഭീഷണികളെ ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും ഉറച്ച നിലപാടെടുത്തുകൊണ്ട് അമേരിക്കയുടെ ഈ ഉമ്മാക്കിയെ തള്ളിക്കളയുകയാണ് സ്പെയിൻ. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുന്നത് അവിരാമം തുടരുകയാണ്. സൗദിയിലെ റാസ്തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ദുബായിലെ US കോൺസുലേറ്റിന് നേരെയുമായിരുന്നു ഇറാന്റെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഡ്രോൺ ആക്രമണം. ഖാംനെയിയല്ല ഇനി ആര് വന്നാലും അവരെയും ഇല്ലാതാക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഭീഷണി ഇറാന്റെ ഈ ആത്മവീര്യത്തിന് മുന്നിൽ ഒരു മട്ടഹാസമായി മാറുകയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നേരിട്ടുള്ള യുദ്ധത്തിൽ ഇറാനെ മുട്ടുകുത്തിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ അമേരിക്ക ഇപ്പോൾ ചില കുടില തന്ത്രങ്ങൾ കൂടി പയറ്റുകയാണ്. കുർദി മിലീഷ്യകളെ ആയുധമണിയിച്ച് ഇറാന്റെ ഭരണം അട്ടിമറിക്കാനാണ് സിയയും ട്രംപ് ഭരണകൂടം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാഖിലെയും സിറിയയിലെയും പോലെ ഇറാനെയും ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിടുവാനാണ് ഇവരുടെ നീക്കം. പക്ഷേ അടിച്ചമർത്താൻ നോക്കുന്തോറും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ചരിത്രമാണെന്നും ഇറാന്റേതെന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോവുകയാണ്. ആയുധബലം കൊണ്ട് ഒരു ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഓരോ മിസൈൽ പ്രത്യാക്രമണങ്ങളിലൂടെ ഇറാൻ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറാൻ സാധ്യതയുണ്ടെന്ന കാര്യം നാം മറന്നുപോകരുത്.